ജബൽപൂരിൽ വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടുന്നില്ല പോലീസ് എന്നാണ് പറയുന്നത്. അവരെ തിരിച്ചറിയ നടപടി പോലും ജസ്റ്റ് കേസ് എടുത്തേ ഉള്ളൂ. ഇപ്പൊ കുറെ ദിവസം ആവുന്നുണ്ട്. അപ്പൊ അതിൽ വലിയ പ്രതിഷേധം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, അപ്പൊ കേസെടുത്തത് ഒരു സമ്മർദ്ദം, കേസെടുത്തതിന് 5-ാം ദിവസമാണ്. അപ്പൊ അതും വെറുതെ ഒന്ന് കണ്ണിപ്പിടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നോ? എന്താ പ്രശ്നം? പിടികൂടാൻ പ്രശ്നം എന്താ അല്ലേ? ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകി 4 ദിവസം കാത്തിരിക്കേണ്ടി വന്നു പോലീസിന് ഒരു FIR ഇടാൻ പോലും. അതിനുശേഷവും പ്രതികളെ തിരിച്ചറിയാൻ പോലും പോലീസിന് കഴിയുന്നില്ല. 3 പ്രതികളെ മാത്രമാണ് ഇതിനോടകം തിരിച്ചറിഞ്ഞത്. ബജരംഗ് ദൾ പ്രവർത്തകരായ ഒരു സ്ത്രീയെയും 2 പുരുഷന്മാരെയുമാണ് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഈ സംഭവം നടന്ന് ഇപ്പോൾ 5 ദിവസം കഴിയുന്നു. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ലോകം മുഴുവൻ കണ്ടതാണ്. ഈ സമീപത്ത് തന്നെയുള്ള പ്രവർത്തകരാണ് ഇത് എന്ന കാര്യത്തിലും അവിടെയുള്ള ആളുകൾക്കൊക്കെ ബോധ്യവുമുണ്ട്. പക്ഷെ പോലീസ് ഇപ്പോഴും ആളുകളെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. മാത്രമല്ല പ്രതികളൊക്കെ തന്നെ ഒളിവിലുമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതുവരെ ആരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ എന്തുകൊണ്ട് FIR ഇടാൻ വൈകുന്നു എന്ന ചോദ്യങ്ങൾക്ക് പോലീസ് അന്ന് നൽകിയ ന്യായവാദങ്ങൾ ഇതൊക്കെയായിരുന്നു. അതായത് നവരാത്രി ആഘോഷം നടക്കുന്നു, അതിനിടെ ഒരു നടപടി എടുത്താൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയുള്ളൂ എന്നതാണ് പോലീസിന്റെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ പ്രതികളൊക്കെ തന്നെ ഒളിവിൽ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു നടപടിക്ക് ശ്രമിച്ചാലും അത് കഴിയില്ല എന്നൊരു വാദം കൂടി പോലീസ് പറയുന്നു. അതുകൊണ്ട് പലതരത്തിൽ സമ്മർദ്ദം പോലീസിന് മുകളിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇതുവരെ ഒരു പ്രതിയെയും പിടികൂടാൻ പോലീസിന് ഈ കേസിൽ കഴിഞ്ഞിട്ടില്ല. അശ്മി, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.